NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താൽക്കാലിക റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, NH അധികാരികളുടെയും നിർമ്മാണ കമ്പനിയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി. NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗതമായ ക്രോസ് റോഡുകൾ അടച്ചതുമൂലം താൽക്കാലിക റോഡുകളിൽ കൂടിയുള്ള യാത്ര ജനങ്ങൾക്ക് ദുഷ്കരമാവുകയാണ്. ചെളി നിറഞ്ഞ താൽക്കാലിക റോഡുകളിൽ നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത്. താൽക്കാലിക റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, NH അധികാരികളുടെയും നിർമ്മാണ കമ്പനികളുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി CPIM വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. കട്ടത്തുരുത്തിൽ നടന്ന ജനകീയ പ്രതിഷേധം CPIM ഏരിയ സെക്രട്ടറി TR ബോസ് ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തു നിന്നും 50% പൈസ ഇതിലേക്ക് അടക്കണമെന്നുള്ള ആവശ്യം അന്നത്തെ മന്ത്രി, ഇന്നത്തെയും മന്ത്രിയാണ് ശ്രീമാൻ ഗഡ്കരി, അദ്ദേഹം ആവശ്യപ്പെട്ടു. പിന്നെ മുഖ്യമന്ത്രി പോയി അദ്ദേഹവുമായി നേരിട്ട് കണ്ട് ചർച്ച നടത്തി അവസാനം 25% അടക്കണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ 25% അടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 5700 പരം കോടി രൂപ ഈ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം അനുഭവിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനം ഒന്നും നോക്കാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തതിന് കൊച്ചമ്മു അധ്യക്ഷനായിരുന്നു. AB മനോജ്, രശ്മി അനിൽകുമാർ, CB ബിജി, VS സന്തോഷ്, NS സുധീർ എന്നിവർ സംസാരിച്ചു. ഇത് സംബന്ധിച്ച നിവേദനം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകി. കുര്യാപ്പള്ളി സൗത്ത്, മടപ്ലാതുരുത്ത്, കട്ടത്തുരുത്ത്, മുറവന്തുരുത്ത് എന്നീ പ്രദേശങ്ങളിലെ ക്രോസ് റോഡുകളിലാണ് വഴിയാത്ര ദുസ്സഹമാകുന്നത്.